നവകേരള ബസിന്റെ പൊതുജനങ്ങൾക്കായുള്ള കന്നിയാത്രയിൽ തന്നെ കല്ലുകടി. വാതിലടയ്ക്കാൻ കഴിയാതെ വന്നതോടെ ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് വാതിലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയാണ് ബസ് യാത്ര തുടർന്നത്. പിന്നീട് സുൽത്താൻ ബത്തേരി KSRTC ഡിപ്പോയിൽ നിന്നും പ്രശ്നം പരിഹരിച്ചു. മുഴുവൻ യാത്രക്കാരുമായാണ് ബസ് ബാംഗ്ലൂരിലേക്കുള്ള ആദ്യ സർവീസ് നടത്തിയത്. ഇന്നു പുലർച്ചെ 4:30 കോഴിക്കോട് മാവൂർ റോഡിലെ KSRTC ടെർമിനലിൽ നിന്നും നവകേരള ഗരുഡ പ്രീമിയം ബസിന്റെ ആദ്യ പ്രതിദിന സർവീസ് തുടങ്ങിയത്. രാവിലെ 11:30 ബംഗളൂരുവിൽ എത്തും വിധമായിരുന്നു സർവീസ് ക്രമീകരിച്ചിരുന്നത്. 24 സീറ്റുകളിലും യാത്രക്കാർ നേരത്തെ ബുക്കിംഗ് നടത്തിയിരുന്നു. 2 പേർ കൽപ്പറ്റയിൽ നിന്നായിരുന്നു കയറിയിരുന്നത്. ബസിന്റെ സർവീസ് തുടങ്ങി കുന്നമംഗലത്ത് എത്താറായപ്പോഴാണ് വാതിൽ തനിയെ തുടർന്നത്. അടയ്ക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ യാത്രക്കാരിൽ ഒരാളുടെ ബാഗിന്റെ വള്ളി കെട്ടിവെച്ച് പിന്നീടുള്ള യാത്ര തുടർന്നു. ബസ് സുൽത്താൻ ബത്തേരി KSRTC ഡിപ്പോയിലെത്തിയപ്പോൾ പരിശോധന നടത്തി. എമർജൻസി എക്സിറ്റ് സ്വിച്ച് ഓൺ ആയി കിടന്നതാണ് വാതിലടയ്ക്കാൻ സാധിക്കാത്തതിന്റെ കാരണമെന്ന് കണ്ടെത്തി. പ്രശ്നം പരിഹരിച്ച് ബസ് ബാംഗ്ലൂരുവിലേക്ക് യാത്ര തുടർന്നു. 3/4 മണിക്കൂറോളം വൈകിയായിരുന്നു ബസിന്റെ ആദ്യ ദിനത്തെ യാത്ര. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ് യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ബസ് പൊതുഗതാഗത സംവിധാനത്തിനായി വിട്ടുനൽകിയതിന്റെ കൗതുകം യാത്രക്കാർക്കുണ്ടായിരുന്നു. എന്നാൽ ആദ്യ യാത്രയിലെ തന്നെ കല്ലുകടി ആ കൗതുകത്തെ ബാധിച്ചു. ദിവസവും പുലർച്ചെ 4:30 കോഴിക്കോട് നിന്നും സർവീസ് തുടങ്ങി പകൽ 11:30 ബംഗളൂരുവിലെത്തും. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 ബംഗളൂരുവിൽ നിന്നും യാത്ര തിരിക്കുന്ന ബസ് രാത്രി 10:05 കോഴിക്കോട് എത്തും. ഈ വിധത്തിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഹൈഡ്രോളിക് ലിഫ്റ്റും മനോഹരമായ സീറ്റിംഗും ശുചിമുറി സംവിധാനവുമെല്ലാം നവകേരള ഗരുഡ പ്രീമിയം ബസിന്റെ പ്രത്യേകതകളാണ്. യാത്രയിൽ ആദ്യ സ്റ്റോപ്പായ താമരശ്ശേരിയിൽ ബസിന് സ്വീകരണവും ഒരുക്കിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.